പ്രിയ പ്രേക്ഷകരെ, കഥാമണ്ഡപത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ജെയിൻ അയ്യറിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അധ്യായം 25. പ്രേമകാലത്തിന്റെ ആ മാസം അവസാനിച്ചിരിക്കുന്നു. അതിന്റെ അവസാന മണിക്കൂറുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. അടുത്തുവരുന്ന ആ ദിവസത്തെ, അതായത് വിവാഹദിനത്തെ, ഇനി മാറ്റിവെക്കാനാവില്ല. അതിന്റെ വരവിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാനല്ല, മറിച്ച് എനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ജെയിൻ റോച്ചസ്റ്റർ എന്ന ഒരാൾ. വിലാസമെഴുതിയ കാർഡുകൾ മാത്രം ഇനി തറയ്ക്കാനുണ്ട്. അവ 4 ചെറിയ ചതുരങ്ങളായി മേശവലിപ്പിലിരിപ്പുണ്ടായിരുന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ തന്നെ ഓരോന്നിലും മിസ്സിസ് റോച്ചസ്റ്റർ ഹോട്ടൽ ലണ്ടൻ എന്ന് വിലാസമെഴുതിയിരുന്നു. അവ ഒട്ടിക്കാനോ മറ്റാരെക്കൊണ്ടെങ്കിലും ഒട്ടിക്കാനോ എനിക്ക് മനസ്സു വന്നില്ല. മിസ്സിസ് റോച്ചസ്റ്റർ, അവൾ ജീവനോടെ ഈ ലോകത്തേക്ക് വന്നെന്നുറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആ സ്വത്തുക്കളെല്ലാം അവൾക്ക് നൽകാൻ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. എന്റെ ഡ്രസ്സിംഗ് ടേബിളിനെതിരെയുള്ള അലമാരയിൽ അവളുടേതെന്ന് പറയപ്പെടുന്ന വസ്ത്രങ്ങൾ എന്റെ കറുത്ത ലോവുഡ് ഫ്രോക്കിനെയും വൈക്കോൽ തൊപ്പിയെയും നേരത്തെ തന്നെ മാറ്റിസ്ഥാപിച്ചിരുന്നു. കാരണം ആ വിവാഹ വസ്ത്രങ്ങൾ എന്റേതായിരുന്നില്ല. മുത്തുനിറത്തിലുള്ള ആ വസ്ത്രവും പെട്ടിയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ആ നേർത്ത മൂടുവടവും എനിക്ക് അവകാശപ്പെട്ടതല്ലായിരുന്നു. അതിനുള്ളിലെ വിചിത്രമായ പ്രേതത്തെപ്പോലെയുള്ള ആ വസ്ത്രങ്ങൾ മറയ്ക്കാൻ ഞാൻ അലമാര അടച്ചു. രാത്രി 9 മണിയായ ഈ സമയത്ത് എന്റെ മുറിയിലെ നിഴലുകൾക്കിടയിലൂടെ അവ തീർച്ചയായും ഒരു പ്രേതപ്രഭ പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. വെളുത്ത സ്വപ്നമേ, ഞാൻ നിന്നെ തനിച്ചാക്കി പോകുന്നു, ഞാൻ പറഞ്ഞു. എന്റെ ഉള്ളിൽ വിചിത്രവും ഉത്കണ്ഠാകുലവുമായ ഒരു ചിന്തയുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. ഞാനല്ലാതെ മറ്റാരും ആ സംഭവം അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടുമില്ല. കഴിഞ്ഞ രാത്രിയിലായിരുന്നു അത് നടന്നത്. ആ രാത്രി മിസ്റ്റർ റോച്ചസ്റ്റർ വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇതുവരെ തിരിച്ചെത്തിയിട്ടുമില്ല. 30 മൈൽ അകലെയുള്ള തന്റെ 2-3 ഫാമുകൾ ഉൾപ്പെടുന്ന ചെറിയ എസ്റ്റേറ്റിലെ കാര്യങ്ങൾക്കായി അദ്ദേഹം പോയതായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള തന്റെ യാത്രയ്ക്ക് മുൻപ് നേരിട്ട് തീർപ്പേക്കേണ്ട കാര്യങ്ങളായിരുന്നു അത്. അദ്ദേഹത്തിന്റെ മടങ്ങിവരവിനായി ഞാൻ കാത്തിരുന്നു. എന്റെ മനസ്സിന്റെ ഭാരം ഇറക്കി വയ്ക്കാനും എന്നെ കുഴപ്പിക്കുന്ന ആ രഹസ്യത്തിന് അദ്ദേഹത്തിൽ നിന്ന് പരിഹാരം തേടാനും ഞാൻ ആഗ്രഹിച്ചു. കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ തോട്ടത്തിലേക്ക് പോയി. ദിവസം മുഴുവൻ തെക്കുനിന്നും ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. ശൂന്യാകാശത്തിലൂടെ മുഴങ്ങിക്കേൾക്കുന്ന ആ കാറ്റിന്റെ പ്രവാഹത്തിന് എന്റെ മനസ്സിന്റെ വിഷമങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് കാറ്റിനൊപ്പം ഓടുന്നത് എനിക്കൊരു തരം വന്യമായ സന്തോഷം നൽകി. ലോറൽ മരങ്ങൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ ഇറങ്ങുമ്പോൾ ഞാൻ തകർന്നുപോയ ആ ചെസ്റ്റ്നട്ട് മരത്തിന് അഭിമുഖമായി നിന്നു. അത് കറുത്ത് പിളർന്നു നിൽക്കുകയായിരുന്നു. നടുവേ പിളർന്നതിന്റെ തടി ഭയാനകമായി കാണപ്പെട്ടു. നിങ്ങൾ പരസ്പരം മുറുകെ പിടിച്ചത് നന്നായി, ഞാൻ പറഞ്ഞു. ആ മരക്കഷ്ണങ്ങൾ ജീവനുള്ളവയാണെന്നും എന്നെ കേൾക്കുന്നുണ്ടെന്നും തോന്നി. ഞാൻ അവയെ നോക്കിയപ്പോൾ അവയ്ക്കിടയിലെ വിള്ളലിലൂടെ ആകാശത്ത് ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ചന്ദ്രൻ രക്തവർണ്ണത്തിലും പകുതി മേഘങ്ങളാൽ മറഞ്ഞുമിരുന്നു. അവൾ എന്നെ പരിഭ്രമത്തോടെയും വിഷാദത്തോടെയും ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ മേഘക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞു. ഞാൻ തോട്ടത്തിലൂടെ അങ്ങുമിങ്ങും നടന്നു. മരച്ചുവട്ടിലെ പുള്ളിൽ വീണുകിടന്ന ആപ്പിളുകൾ ശേഖരിച്ചു. എന്നിട്ട് പഴുത്തവയും പഴുക്കാത്തവയും വേർതിരിച്ചു. ഞാൻ അവ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെച്ചു. പിന്നീട് തീ കത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാൻ ലൈബ്രറിയിലേക്ക് പോയി. കാരണം വേനൽക്കാലമാണെങ്കിലും ഇത്തരമൊരു ഇരുണ്ട വൈകുന്നേരത്ത് മിസ്റ്റർ റോച്ചസ്റ്റർ വരുമ്പോൾ കത്തുന്ന അടുപ്പ് കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതെ, കുറച്ചുനേരം മുൻപ് തീ കത്തിച്ചിരുന്നു. അത് നന്നായി കത്തുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ചാരുകസേര അടുപ്പിനടുത്തിട്ടു. മേശ അതിന്റെ അടുത്തേക്ക് നീക്കിവെച്ചു. ജനൽ വിരികൾ താഴ്ത്തിയിട്ടു. മെഴുകുതിരികൾ കത്തിക്കാൻ പാകത്തിൽ അകത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ ഗേറ്റ് വരെ ഒന്ന് ഓടിപ്പോകാം. ഇടയ്ക്കിടെ നിലാവുണ്ട്. എനിക്ക് റോഡിലേക്ക് ദൂരെ വരെ കാണാൻ കഴിയും, ഞാൻ പറഞ്ഞു. ഞാൻ നോക്കി നിൽക്കുമ്പോൾ നിരാശയും അക്ഷമതയും കാരണം എന്റെ കണ്ണുകൾ നിറഞ്ഞു. അതിൽ ലജ്ജ തോന്നി. ഞാനത് തുടച്ചു മാറ്റി. അദ്ദേഹം വന്നിരുന്നെങ്കിൽ, ഭയപ്പെടുത്തുന്ന മുൻവിധികളോടെ ഞാൻ വിളിച്ചു പറഞ്ഞു. ചായ കുടിക്കുന്നതിനു മുൻപ് അദ്ദേഹം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഇരുട്ടായിരിക്കുന്നു. എന്തായിരിക്കും അദ്ദേഹത്തെ തടഞ്ഞത്? വല്ല അപകടവും സംഭവിച്ചോ? കഴിഞ്ഞ രാത്രിയിലെ സംഭവം വീണ്ടും എന്റെ ഓർമ്മയിൽ വന്നു. അത് ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പായി ഞാൻ കരുതി. ഞാൻ പുറപ്പെട്ടു. വേഗത്തിൽ നടന്നു. പക്ഷെ അധികം ദൂരമില്ല. 1/4 മൈൽ പോലും പിന്നിടുന്നതിനു മുൻപ് ഞാൻ കുളമ്പടി ശബ്ദം കേട്ടു. ഒരു കുതിരക്കാരൻ വേഗത്തിൽ വരുന്നു. ഒരു നായ അദ്ദേഹത്തിന്റെ കൂടെ ഓടുന്നുണ്ടായിരുന്നു. ദുഷ്യഗുണങ്ങൾ അകന്നുപോയി. അത് അദ്ദേഹം തന്നെയായിരുന്നു. മിസ്രൂറിന്റെ പുറത്ത് പൈലറ്റിനൊപ്പം അദ്ദേഹം ഇതാ വരുന്നു. അദ്ദേഹം എന്നെ കണ്ടു. കാരണം ആകാശത്തെ മേഘങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ തെളിഞ്ഞു വന്നിരുന്നു. അദ്ദേഹം തന്റെ തൊപ്പി ഊരി തലയ്ക്ക് മുകളിൽ വീശി. ജെയിൻ! കുതിരപ്പുറത്ത് നിന്ന് കൈനീട്ടി കുനിഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. നിനക്ക് ഞാനില്ലാതെ പറ്റില്ല, അത് വ്യക്തമാണ്. സന്തോഷം എന്നെ ചടുലയാക്കി. ഞാൻ അദ്ദേഹത്തിന് മുന്നിലേക്ക് ചാടിക്കയറി.
സ്വാഗതമായി എനിക്ക് ഹൃദ്യമായ ചുംബനങ്ങളും അദ്ദേഹത്തിന്റെ ചില വിജയപ്രകടനങ്ങളും ലഭിച്ചു. അത് ഞാൻ കഴിയുന്നത്ര സന്തോഷത്തോടെ സ്വീകരിച്ചു. തന്റെ ആവേശത്തിനിടയിൽ അദ്ദേഹം ചോദിച്ചു, പക്ഷേ ജാനറ്റ്, ഈ സമയത്ത് എന്നെ കാണാൻ വരാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, പക്ഷെ നിങ്ങൾ ഒരിക്കലും വരില്ലെന്ന് ഞാൻ കരുതി. മഴയും കാറ്റും തന്നെ. അതെ, നീയൊരു കടൽക്കന്യകയെപ്പോലെ നനഞ്ഞിരിക്കുന്നു. എന്റെ പുതപ്പ് നിനക്ക് ചുറ്റും പുതയ്ക്കൂ. പക്ഷേ ജെയിം, നിനക്ക് പനിയുണ്ടെന്ന് തോന്നുന്നു. നിന്റെ കവിളും കൈയും വല്ലാതെ ചൂടാകുന്നു. നാളെ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നോക്കി മനസ്സ് തുറന്ന് ചിരിക്കും. അതുവരെ എനിക്ക് ധൈര്യമില്ല. എന്റെ സമ്മാനം എന്റേതാകുമെന്ന് ഉറപ്പില്ല. കഴിഞ്ഞ 1 മാസമായി ഈളാമീനിനെപ്പോലെ വഴുതിമാറുകയും കാട്ടുറോസാപ്പൂവിനെപ്പോലെ മുള്ളുള്ളവളുമായിരുന്ന നീ തന്നെയാണോ ഇത്? എവിടെ തൊട്ടാലും എനിക്ക് മുള്ളു കൊള്ളുമായിരുന്നു. ഇപ്പോൾ ഞാനൊരു വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ കൈകളിലെടുത്തതുപോലെ തോന്നുന്നു. എനിക്ക് നിങ്ങളെ ആവശ്യമായിരുന്നു. പക്ഷെ അഹങ്കരിക്കണ്ട. അദ്ദേഹം എന്നെ തറയിലിറക്കി നിർത്തി. ജോൺ കുതിരയെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം എന്നെ ഹാളിലേക്ക് അനുഗമിച്ചു. വേഗം പോയി ഉണങ്ങിയ വസ്ത്രം ധരിച്ച് ലൈബ്രറിയിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഗോവണിയിലേക്ക് പോകുമ്പോൾ അധികം വൈകില്ലെന്ന് അദ്ദേഹം എന്നോട് സത്യം ചെയ്യിച്ചു. ഞാൻ അധികം വൈകിയില്ല. 5 മിനിറ്റിനുള്ളിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. നിനക്ക് മുന്നിലൊരു യാത്രയുള്ളതുകൊണ്ടാണോ ഇത്, ജെയിൻ? എനിക്കിന്ന് രാത്രി എന്റെ ഭാവി വ്യക്തമായി കാണാൻ കഴിയുന്നില്ല, സർ. എന്റെ തലയിൽ എന്തൊക്കെ ചിന്തകളാണുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൈനീട്ടി. ഇത് നിന്റെ ഭാവിയിലെ ഒരു ഭാഗമാണ്. അതെന്റെ കണ്ണിനടുത്തേക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതെ, ഞാനത് തൊടുന്നുണ്ടെങ്കിലും അതൊരു സ്വപ്നമാണ്. എന്റെ മുഖത്തിനു മുന്നിൽ നിന്ന് അത് മാറ്റിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ മണിമുഴക്കി ചായപാത്രങ്ങൾ മാറ്റാൻ പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു. എത്ര വിചിത്രമായ ചിരിയോടുകൂടിയാണ് നീ ആ ശരിയെന്ന് പറഞ്ഞത്, ജെയിൻ. നിന്റെ കവിളുകളിൽ എത്ര തെളിച്ചമുള്ള നിറമാണ്. നിന്റെ കണ്ണുകൾ എത്ര വിചിത്രമായാണ് തിളങ്ങുന്നത്. വിശ്വസിക്കൂ, എന്താണ് കാര്യം? എനിക്ക് കഴിയില്ല, സർ. എനിക്ക് തോന്നുന്നത് പറയാൻ വാക്കുകൾക്ക് കഴിയില്ല. ഇത് നിന്റെ തോന്നലാണ്, ജെയിൻ. എനിക്ക് നിന്റെ വിശ്വാസം വേണം, ജെയിൻ, അദ്ദേഹം പറഞ്ഞു. നിന്റെ മനസ്സിനെ അലട്ടുന്ന ഭാരം എന്നോട് പങ്കുവെച്ച് അത് ലഘൂകരിക്കൂ. നീ എന്നെ കുഴപ്പിക്കുന്നു, ജെയിൻ. നിന്റെ സങ്കടം കലർന്ന ഈ ധൈര്യം എന്നെ വിഷമിപ്പിക്കുന്നു. എങ്കിൽ സർ, കേൾക്കൂ. ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ അഭാവത്തിൽ എന്തോ സംഭവിച്ചു എന്ന് നീ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മിക്കവാറും അത് വലിയ കാര്യമൊന്നാവില്ല. എങ്കിലും അത് നിന്നെ അസ്വസ്ഥയാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് പറയൂ. മിസസ് ഫെയർഫാക്സ് വല്ലതും പറഞ്ഞോ? ഇന്നലെ പകൽ മുഴുവൻ ഞാൻ തിരക്കിലായിരുന്നു. ആ തിരക്കിൽ ഞാൻ വളരെ സന്തോഷവതിയുമായിരുന്നു. കാരണം നിങ്ങൾ വിചാരിക്കുന്നതുപോലെ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള പേടിയൊന്നും എനിക്കില്ല. നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വലിയൊരു കാര്യമായി ഞാൻ കരുതുന്നു. വേണ്ട സാർ, ഇപ്പോഴെന്നെ ലാളിക്കരുത്. എന്നെ തടസ്സമില്ലാതെ സംസാരിക്കാൻ അനുവദിക്കൂ. ഇന്നലെ എനിക്ക് ദൈവത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം നമുക്ക് ഗുണകരമായി ഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു. ഇങ്ങനെ ഓർക്കുന്നുണ്ടാവുക. ആകാശത്തെയും വായുവിലെയും ശാന്തത നിങ്ങളുടെ യാത്രയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റിയിരുന്നു. ചായയ്ക്ക് ശേഷം ഞാൻ കുറച്ചുനേരം പുറത്തു നടന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. എന്റെ ഭാവനയിൽ നിങ്ങൾ എനിക്ക് അത്ര അടുത്തുണ്ടായിരുന്നു. നിങ്ങളുടെ അഭാവം എനിക്കൊട്ടും തോന്നിയില്ല. എനിക്ക് മുന്നിലുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. നിങ്ങളുടെ ജീവിതം, സർ, എന്റേതിനേക്കാൾ വിപുലവും ചടുലവുമായൊരു ജീവിതം. ഒരു ചെറിയ തോടിനേക്കാൾ ആഴക്കടൽ എത്ര വലുതാണോ അത്രയും വലുത്. ഈ ലോകം ഒരു ശൂന്യമായ മരുഭൂമി അവലധമോപദേശമെ പതേങ്ങത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു റോസാപ്പൂവിനെ പോലെ വിരിഞ്ഞു നിൽക്കുകയായിരുന്നു. സൂര്യാസ്തമയ സമയത്ത് അന്തരീക്ഷം തണുത്തു. ആകാശം മേഘവൃതമായി. ഞാൻ അകത്തേക്ക് പോയി. അവർ കൊണ്ടുവന്ന എന്റെ വിവാഹവസ്ത്രം കാണാൻ സോഫി എന്നെ മുകളിലേക്ക് വിളിച്ചു. അതിനടിയിലുള്ള പെട്ടിയിൽ നിങ്ങളുടെ സമ്മാനം ഞാൻ കണ്ടു. ലണ്ടനിൽ നിന്ന് നിങ്ങൾ അയച്ച ആ മൂടുപടം. ഞാൻ ആഭരണങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് വില കൂടിയ മറ്റെന്തെങ്കിലും എന്നെക്കൊണ്ട് സ്വീകരിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതാകാം. അത് നിവർത്തിയപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു. നിങ്ങളുടെ പ്രഭുത്വ സ്വഭാവത്തെക്കുറിച്ചും ഒരു സാധാരണക്കാരിയായ വധുവിനെ ഒരു പ്രഭുയായി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെക്കുറിച്ചും പറഞ്ഞ് നിങ്ങളെ എങ്ങനെ കളിയാക്കുമെന്ന് ഞാൻ ആലോചിച്ചു. എന്റെ എളിയ തല മറയ്ക്കാൻ ഞാൻ തന്നെ തയ്യാറാക്കിയ തുന്നലുകളില്ലാത്ത ആ ലളിതമായ തുണിക്കഷ്ണം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചും സമ്പത്തോ സൗന്ദര്യമോ ബന്ധങ്ങളോ ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ഇത് പോരെ എന്ന് ചോദിക്കുന്നതിനെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു. മിസ്റ്റർ റോച്ചസ്റ്റർ ഇടയ്ക്ക് കയറി ചോദിച്ചു, പക്ഷേ ആ മൂടുപടത്തിൽ തുന്നൽപ്പണികൾ കൂടാതെ നീ മറ്റെന്താണ് കണ്ടത്? ഇല്ല സാർ, ആ തുണിയുടെ മൃദുത്വത്തിനും മേന്മയ്ക്കും പുറമെ ഫെയർഫാക്സ് റോച്ചസ്റ്ററിന്റെ അഹങ്കാരമല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ല. അതെന്നെ ഭയപ്പെടുത്തിയില്ല. കാരണം ആ പിശാചിനെ കണ്ട് എനിക്ക് ശീലമുണ്ട്. പക്ഷേ സാർ, ഇരുട്ടി തുടങ്ങിയപ്പോൾ കാറ്റ് വീശാൻ തുടങ്ങി. ഇന്നലെ വൈകുന്നേരം വീശിയത് ഇപ്പോഴത്തെ പോലെയല്ല, വന്യമായും ശക്തമായുമല്ല, മറിച്ച് ഭയാനകമായ ഒരു മൂളലോടെയായിരുന്നു. നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഈ മുറിയിലേക്ക് വന്നു. ശൂന്യമായ കസേരയും അണഞ്ഞുകിടക്കുന്ന അടുപ്പും എന്നെ തണുപ്പിച്ചു.
കിടക്കാൻ പോയതിനു ശേഷം കുറേ നേരം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു തരം ഉത്കണ്ഠ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വന്നു. അതിനിടയിൽ ദയനീയമായ ഒരു ശബ്ദം കേൾക്കുന്നതുപോലെ എനിക്ക് തോന്നി. അത് വീടിനുള്ളിലാണോ പുറത്താണോ എന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഓരോ തവണ കാറ്റ് ശമിക്കുമ്പോഴും ആ ശബ്ദം വീണ്ടും കേട്ടു. ഒടുവിൽ അത് ദൂരെ എവിടെയോ ഒരു പട്ടി ഓരിയിടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നിന്നപ്പോൾ എനിക്ക് ആശ്വാസമായി. ഉറക്കത്തിൽ ഇരുണ്ടതും കാറ്റുള്ളതുമായ ആ രാത്രിയെക്കുറിച്ചുള്ള ചിന്തകൾ സ്വപ്നങ്ങളായി തുടർന്നു. നിങ്ങളുടെ കൂടെയുണ്ടാകണമെന്ന ആഗ്രഹവും ഞങ്ങളെ വേർതിരിക്കുന്ന ഏതോ തടസ്സത്തെക്കുറിച്ചുള്ള സങ്കടകരമായ ബോധവും എനിക്കുണ്ടായി. ഉറക്കത്തിന്റെ ആദ്യ പകുതിയിൽ ഞാൻ അപരിചിതമായ ഒരു പാതയിലൂടെ നടക്കുകയായിരുന്നു. ചുറ്റും കടുത്ത ഇരുട്ടായിരുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. നടക്കാൻ പോലും കഴിയാത്തത്ര ചെറിയ കുട്ടി. എന്റെ തണുത്ത കൈകളിൽ കിടന്ന് അത് വിറയ്ക്കുകയും എന്റെ ചെവിയിൽ ദയനീയമായി കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജെയിൻ, ഞാൻ നിന്റെ അരികിലുള്ളപ്പോൾ ഈ സ്വപ്നങ്ങൾ നിന്നെ അലട്ടുകയാണോ? പേടിയുള്ള കുട്ടി, ഈ സങ്കല്പങ്ങൾ മറന്ന് യഥാർത്ഥ സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കൂ. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് നീ പറഞ്ഞു ജാനറ്റ്. അതെ, ഞാനത് മറക്കില്ല. നിനക്കത് നിഷേധിക്കാനാവില്ല. ആ വാക്കുകൾ നിന്റെ ചുണ്ടുകളിൽ അവ്യക്തമായി ഒടുങ്ങിയില്ല. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, ശരി, അത് വിചിത്രമാണ്. ആ വാചകം എന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കി. എന്തുകൊണ്ടെന്നാൽ നീ അത് അത്രയും ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയുമാണ് പറഞ്ഞത്. നീ ഇപ്പോൾ എന്നെ നോക്കുന്നത് വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഉദാത്തമായ ഭാവത്തോടെയാണ്. ഏതോ ഒരു ആത്മാവ് എന്റെ അരികിലുള്ളതുപോലെ തോന്നുന്നു. ജെയിൻ, നീ എല്ലാം എന്നോട് പറഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ തലയാട്ടി. എന്ത്, ഇനിയുമുണ്ടോ? പക്ഷെ അത് പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാൻ മറ്റൊരു സ്വപ്നം കൂടി കണ്ടു, സർ. തോൺഫീൽഡ് ഹാൾ വവ്വാലുകളുടെയും മൂങ്ങകളുടെയും താവളമായ ഒരു ശൂന്യമായ അവശിഷ്ടമായി മാറിയിരിക്കുന്നു. ആ വലിയ കെട്ടിടത്തിന്റെ മുൻഭാഗം വെറുമൊരു മതിൽക്കെട്ടുപോലെ അവശേഷിക്കുന്നു. അത് വളരെ ഉയരമുള്ളതും എന്നാൽ എപ്പോൾ വേണമെങ്കിലും വീഴാവുന്നതുമായിരുന്നു. നിലാവുള്ളൊരു രാത്രിയിൽ പുല്ലുപിടിച്ച ആ മുറ്റത്തിലൂടെ ഞാൻ നടന്നു. അവിടെ ഞാൻ തകർന്നു വീണ അടുപ്പിന്റെ കല്ലുകളിലും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിലും തട്ടിവീണു. ഒരു ഷോൾ പുതച്ച് ഞാൻ ആ അപരിചിതനായ കുട്ടിയെ അപ്പോഴും കൈകളിലേന്തിയിരുന്നു. എന്റെ കൈകൾ എത്ര തളർന്നാലും ആ കുട്ടിയെ താഴെ വയ്ക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതിന്റെ ഭാരം എന്റെ നടത്തത്തിന് തടസ്സമായെങ്കിലും എനിക്കതിനെ പിടിക്കേണ്ടി വന്നു. ദൂരെ റോഡിലൂടെ ഒരു കുതിര ഓടിപ്പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. അത് നിങ്ങളാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിങ്ങൾ വർഷങ്ങളോളം ദൂരെയുള്ള ഏതോ രാജ്യത്തേക്ക് പോവുകയായിരുന്നു. നിങ്ങളെ ഒന്ന് കാണാനായി ഞാൻ ആ മതിലിലൂടെ വേഗത്തിൽ മുകളിലേക്ക് കയറി. എന്റെ കാലിനടിയിലെ കല്ലുകൾ ഇളകി വീണു. ഞാൻ പിടിച്ച വള്ളികൾ അറ്റുപോയി. ആ കുട്ടി പേടിച്ച് എന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടി. ഒടുവിൽ ഞാൻ മുകളിലെത്തി. വെളുത്ത പാതയിലൂടെ ഒരു പൊട്ടുപോലെ നിങ്ങൾ അകന്നുപോകുന്നത് ഞാൻ കണ്ടു. കാറ്റത്ര ശക്തമായിരുന്നു, എനിക്കവിടെ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ഇതൊക്കെ വെറും ആമുഖമാണ് സാർ. കഥ വരാനിരിക്കുന്നതേയുള്ളൂ. ഉറക്കമുണർന്നപ്പോൾ ഒരു വെളിച്ചം എന്റെ കണ്ണുകളിൽ അടിച്ചു. നേരം വെളുത്തു എന്ന് ഞാൻ കരുതി. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. അത് മെഴുകുതിരി വെളിച്ചമായിരുന്നു. സോഫി വന്നതാണെന്ന് ഞാൻ കരുതി. മേശപ്പുറത്തൊരു വെളിച്ചമുണ്ടായിരുന്നു. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് എന്റെ വിവാഹവസ്ത്രവും മൂടുപടവും തൂക്കിയിട്ടിരുന്ന അലമാരയുടെ വാതിൽ തുറന്നുകിടക്കുകയായിരുന്നു. അവിടെ എന്തോ അനക്കം ഞാൻ കേട്ടു. ആരും മറുപടി നൽകിയില്ല. പക്ഷെ അലമാരയിൽ നിന്ന് ഒരു രൂപം പുറത്തുവന്നു. അത് ആ വെളിച്ചമെടുത്തുയർത്തിപ്പിടിച്ച് അവിടെ തൂക്കിയിട്ടിരുന്ന വസ്ത്രങ്ങൾ നോക്കി. സോഫി എന്ന് ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോഴും മറുപടിയുണ്ടായില്ല. ഞാൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ആദ്യം അത്ഭുതവും പിന്നെ പരിഭ്രമവും എനിക്കുണ്ടായി. എന്റെ രക്തം തണുത്തുറയുന്നതുപോലെ തോന്നി. മിസ്റ്റർ റോച്ചസ്റ്റർ, അത് സോഫി ആയിരുന്നില്ല, ലിയെ ആയിരുന്നില്ല, മിസ്സിസ് ഫെയർഫാക്സുമായിരുന്നില്ല. അല്ല സർ, ഞാൻ സത്യം ചെയ്തു പറയാം, അതവരല്ലായിരുന്നു. സർ, അതൊരു സ്ത്രീയാണെന്ന് തോന്നി. ഉയരമുള്ള തടിച്ചൊരു സ്ത്രീ. അവരുടെ കറുത്ത മുടി പുറകിലേക്ക് നീണ്ടുകിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം കണ്ടില്ല, പക്ഷെ ഉടനെ അവൾ എന്റെ മൂടുപടമെടുത്തു. അവൾ അത് ഉയർത്തിപ്പിടിച്ച് കുറേ നേരം നോക്കി. എന്നിട്ടത് സ്വന്തം തലയിലിട്ട് കണ്ണാടിയിലേക്ക് തിരിഞ്ഞു. ഭയാനകവും വിരൂപവുമായ ഒരു മുഖം. സർ, അങ്ങനെയൊരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് നിറം മങ്ങിയൊരു മുഖമായിരുന്നു. ഒരു വന്യമായ മുഖം. സർ, ആ മുഖം വയലറ്റ് നിറത്തിലായിരുന്നു. ചുണ്ടുകൾ വീർത്തതും കറുത്തതുമായിരുന്നു. നെറ്റിയിൽ ചുളിവുകളുണ്ടായിരുന്നു. രക്തം കലങ്ങിയ കണ്ണുകൾക്കു മുകളിൽ കറുത്ത പുരികങ്ങൾ ഉയർന്നു നിന്നിരുന്നു. അത് ജനൽവിരി മാറ്റി പുറത്തേക്ക് നോക്കി. ഒരുപക്ഷെ വെളിച്ചം വരുന്നത് കണ്ടിട്ടാകാം. മെഴുകുതിരിയുമെടുത്ത് അത് വാതിലിനടുത്തേക്ക് പോയി. എന്റെ കിടക്കയരികിൽ ആ രൂപം നിന്നു. കത്തുന്ന കണ്ണുകളോടെ അതെന്നെ നോക്കി. മെഴുകുതിരി എന്റെ മുഖത്തിന് നേരെ പിടിച്ച് എന്റെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് അത് ഊതിക്കെടുത്തി. ആരുമില്ലായിരുന്നു.
ഇരുട്ടായിരുന്നു സർ, പകൽ വെളിച്ചം മാത്രം. ഞാൻ എഴുന്നേറ്റ് മുഖവും തലയും കഴുകി വെള്ളം കുടിച്ചു. ക്ഷീണമുണ്ടെങ്കിലും എനിക്ക് അസുഖമൊന്നുമില്ലെന്ന് തോന്നി. നിങ്ങളോടല്ലാതെ മറ്റാരോടും ഈ കാഴ്ചയെക്കുറിച്ച് പറയില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അമിതമായി ചിന്തിക്കുന്ന തലച്ചോറിന്റെ ഭാവനയാണത്, തീർച്ച. നിന്റെ മുൻപത്തെ സ്വപ്നങ്ങളും സത്യമായിരുന്നു. തോൺഫീൽഡ് ഹാൾ ഒരവശിഷ്ടമാണോ? മറികടക്കാൻ കഴിയാത്ത തടസ്സങ്ങളാൽ ഞാൻ നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണോ? ഞാനത് ചെയ്യാൻ പോവുകയാണോ? മാനസികമായ ഭയങ്ങളാണ് സർ. മിസ്റ്റർ റോച്ചസ്റ്റർ ഞെട്ടുന്നതും വിറയ്ക്കുന്നതും ഞാൻ അറിഞ്ഞു. അദ്ദേഹം വേഗത്തിൽ എന്നെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ രാത്രി നിന്റെ അരികിൽ എന്തെങ്കിലും തിന്മ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ മൂടുപടത്തെ മാത്രമേ ഉപദ്രവിച്ചിട്ടുള്ളൂ. അദ്ദേഹം കിതച്ചുകൊണ്ട് എന്നെ തന്നോട് ചേർത്തു പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം സന്തോഷത്തോടെ തുടർന്നു. ഇപ്പോൾ ജാനറ്റ്, ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കാം. അത് പകുതി സ്വപ്നവും പകുതി യാഥാർത്ഥ്യവുമായിരുന്നു. ഒരു സ്ത്രീ നിന്റെ മുറിയിൽ വന്നിട്ടുണ്ട് എന്നതിൽ എനിക്ക് സംശയമില്ല. അത് ഗ്രേസ് പൂൾ ആയിരിക്കണം. നീ തന്നെ അവളെ ഒരു വിചിത്ര ജീവിയെന്ന് വിളിക്കാറില്ലേ? നിനക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് അവളെ അങ്ങനെ വിളിക്കാൻ കാരണങ്ങളുണ്ട്. അവൾ എന്നോടെന്താണ് ചെയ്തത്? മേസനോടെന്താണ് ചെയ്തത്? ഉറക്കത്തിനും ഉണർവിനുമിടയിലുള്ള അവസ്ഥയിൽ നീ അവളുടെ വരവും പ്രവർത്തികളും ശ്രദ്ധിച്ചു. പക്ഷേ നിനക്ക് പനിയുണ്ടായിരുന്നതുകൊണ്ട് നീ അവളെ ഒരു ഭൂതത്തെപ്പോലെ സങ്കൽപ്പിച്ചു. അഴിഞ്ഞുലഞ്ഞ മുടിയും വീർത്ത കറുത്ത മുഖവുമൊക്കെ നിന്റെ ഭാവനയായിരുന്നു. മൂടുപടം കീറിയത് യാഥാർത്ഥ്യമാണ്. അതവളുടെ സ്വഭാവമാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഞാൻ എന്തിനാണ് വീട്ടിൽ നിർത്തിയിരിക്കുന്നത് എന്ന് നീ ചോദിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷവും 1 ദിവസവും തികയുമ്പോൾ ഞാനത് നിന്നോട് പറയാം. ഇപ്പോൾ വേണ്ട. നിനക്ക് തൃപ്തിയായല്ലോ ജെയിൻ? ഞാൻ ചിന്തിച്ചു. സത്യത്തിൽ അത് മാത്രമാണ് സാധ്യമായ വിശദീകരണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് പൂർണ്ണ തൃപ്തിയായില്ലെങ്കിലും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ഞാൻ അങ്ങനെ അഭിനയിച്ചു. എനിക്ക് ആശ്വാസം തോന്നിയെന്നത് സത്യമാണ്. അതുകൊണ്ട് ഞാനൊരു പുഞ്ചിരിയോടെ അദ്ദേഹത്തിന് മറുപടി നൽകി. അടലിന്റെ ചെറിയ കട്ടിലിൽ നിനക്കും കൂടി കിടക്കാൻ സ്ഥലമുണ്ട്. അകത്തുനിന്ന് വാതിൽ നന്നായി പൂട്ടണം. മുകളിൽ പോകുമ്പോൾ സോഫിയെ വിളിക്കണം. നാളെ നേരത്തെ എഴുന്നേൽപ്പിക്കാൻ അവളോട് പറയണം. 8 മണിക്ക് മുമ്പ് നീ വസ്ത്രം ധരിച്ച് പ്രഭാതഭക്ഷണം കഴിക്കണം. ഇനി വിഷമകരമായ ചിന്തകൾ വേണ്ട ജാനറ്റ്. കാറ്റെത്ര മൃദുവായാണ് വീശുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? അതേന്നായിരുന്നു മറുപടി. പകുതി ആകാശം നിർമ്മലവും കളങ്കരഹിതവുമായിരുന്നു. പടിഞ്ഞാറോട്ട് മാറിയ കാറ്റിനൊപ്പം നീങ്ങുന്ന മേഘങ്ങൾ വെള്ളിനിറത്തിലുള്ള നീണ്ട നിരകളായി കിഴക്കോട്ട് നീങ്ങുകയായിരുന്നു. ശരി, മിസ്റ്റർ പറഞ്ഞു. ഈ പ്രവചനം പകുതി മാത്രമേ പൂർത്തിയായുള്ളൂ. ഞാൻ ദുഃഖത്തെക്കുറിച്ച് സ്വപ്നം കണ്ടില്ല. പക്ഷേ സന്തോഷത്തെക്കുറിച്ചും സ്വപ്നം കണ്ടില്ല. കാരണം ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. കുഞ്ഞു അടലിനെ കൈകളിൽ എടുത്തുപിടിച്ച് ശാന്തവും വികാരരഹിതവും നിഷ്കളങ്കവുമായ ആ ബാല്യകാല നിദ്രയെ ഞാൻ നോക്കി നിന്നു. വരാനിരിക്കുന്ന പകലിനായി കാത്തിരുന്നു. എന്റെ ജീവൻ മുഴുവൻ എന്റെ ശരീരത്തിൽ ഉണർന്നിരിക്കുകയായിരുന്നു. സൂര്യൻ ഉദിച്ചയുടനെ ഞാനും എഴുന്നേറ്റു. ഞാൻ അവളെ വിട്ടുപോകുമ്പോൾ അടലെന്നെ മുറുകെ പിടിച്ചത് ഞാൻ ഓർക്കുന്നു. അവളുടെ കുഞ്ഞു കൈകൾ എന്റെ കഴുത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഞാൻ അവളെ ചുംബിച്ചത് ഞാൻ ഓർക്കുന്നു. വിചിത്രമായ വികാരത്തോടെ ഞാൻ അവളുടെ മേൽ കരഞ്ഞു. എന്റെ തേങ്ങൽ അവളുടെ ഗാഠനിദ്രയെ തടസ്സപ്പെടുത്തുമെന്നു ഭയന്ന് ഞാൻ അവളെ വിട്ടുപോയി. അവൾ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ പ്രതീകമായി തോന്നി. ഇനി ഞാൻ കാണാൻ ഒരുങ്ങുന്ന അദ്ദേഹം എന്റെ അജ്ഞാതമായ ഭാവികാലത്തിന്റെ ഭയപ്പെടുത്തുന്നതും എന്നാൽ ആരാധിക്കപ്പെടുന്നതുമായ രൂപമായിരുന്നു. അധ്യായം 26. സോഫി എന്നെ ഒരിക്കാൻ 7 മണിക്ക് വന്നു. അവൾ അവളുടെ ജോലി പൂർത്തിയാക്കാൻ വളരെ സമയമെടുത്തു. ഞാൻ വൈകുന്നതിൽ അക്ഷമനായ മിസ്റ്റർ റോച്ചസ്റ്റർ എന്തുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് ചോദിക്കാൻ ആളെ അയച്ചു. അവൾ ഫ്രഞ്ചിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ വാതിലിനടുത്ത് തിരിഞ്ഞു നോക്കി. വസ്ത്രം ധരിച്ച് മൂടുപടമിട്ട ഒരു രൂപത്തെ ഞാൻ കണ്ടു. അതിന്റെ സാധാരണ രൂപത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഏതാണ്ടൊരു അപരിചിതയുടെ പ്രതിരൂപം പോലെ തോന്നി. ഒരു ശബ്ദം വിളിച്ചു. ഞാൻ വേഗത്തിൽ താഴേക്ക് പോയി. ഗോവണിയുടെ ചുവട്ടിൽ മിസ്റ്റർ എന്നെ സ്വീകരിച്ചു. അദ്ദേഹം എന്നെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി. എന്നെ സൂക്ഷ്മമായി പരിശോധിച്ചു. ഞാൻ ലില്ലിപ്പൂവിനെപ്പോലെ സുന്ദരിയാണെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അഭിമാനം മാത്രമല്ല കണ്ണുകളുടെ ആഗ്രഹവുമാണെന്നും പ്രഖ്യാപിച്ചു. തുടർന്ന് പ്രഭാതഭക്ഷണം കഴിക്കാൻ എനിക്ക് 10 മിനിറ്റ് മാത്രമേ നൽകൂ എന്ന് പറഞ്ഞ് അദ്ദേഹം മണിമുഴക്കി. നിങ്ങൾ പള്ളിയിലേക്ക് പോകൂ. മിസ്റ്റർ അവിടെയുണ്ടോ എന്ന് നോക്കൂ. മിസ്റ്റർ. ഞാൻ എഴുന്നേറ്റു. അവിടെ വരന്റെ കൂട്ടുകാരോ തോഴിമാരോ കാത്തുനിൽക്കാനോ അനുഗമിക്കാനോ ബന്ധുക്കളോ ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ റോച്ചസ്റ്ററും ഞാനും മാത്രം. ഞങ്ങൾ കടന്നു പോകുമ്പോൾ മിസസ് ഫെയർഫാക്സ് ഹാളിൽ നിന്നിരുന്നു. എനിക്ക് അവളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ കൈ ഒരു ഇരുമ്പ് പിടുത്തത്താൽ അമർത്തപ്പെട്ടിരുന്നു. എനിക്ക് പിന്തുടരാൻ കഴിയാത്ത വിധം വേഗത്തിലുള്ള നടത്തത്താൽ ഞാൻ വലിച്ചിഴക്കപ്പെട്ടു. മിസ്റ്റർ റോച്ചസ്റ്ററുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു നിമിഷം പോലും വൈകുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് തോന്നുമായിരുന്നു.
ആ ദിവസം തെളിഞ്ഞതാണോ അതോ മോശമാണോ എന്നെനിക്കറിയില്ല. താഴേക്ക് പോകുമ്പോൾ ഞാൻ ആകാശത്തേക്കോ ഭൂമിയിലേക്കോ നോക്കിയില്ല. എന്റെ ഹൃദയം എന്റെ കണ്ണുകൾക്കൊപ്പമായിരുന്നു. അവ രണ്ടും മിസ്റ്റർ റോച്ചസ്റ്ററുടെ ശരീരത്തിലേക്ക് കുടിയേറിയെന്നുപോലെ തോന്നി. ഞങ്ങൾ നടന്നു പോകുമ്പോൾ അദ്ദേഹം രൂക്ഷമായും ക്രൂരമായും നോക്കുന്ന ആ അദൃശ്യമായ വസ്തുവിനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു. പള്ളിമുറ്റത്തെ ചെറിയ വാതിലിനടുത്ത് അദ്ദേഹം നിന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, ശാന്തമായി ഉയർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ ആ പഴയ ചാരനിറത്തിലുള്ള വീടിന്റെയും ഗോപുരത്തിനു ചുറ്റും വട്ടമിട്ടു പറക്കുന്ന കാക്കയുടെയും അതിനപ്പുറമുള്ള ചുവന്ന പ്രഭാത ആകാശത്തിന്റെയും ചിത്രം ഇപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയും. പച്ചപിടിച്ച ശവകുടീരങ്ങളെക്കുറിച്ചും എനിക്ക് ചിലത് ഓർമ്മയുണ്ട്. താഴ്ന്ന കുന്നുകൾക്കിടയിൽ അലഞ്ഞു തിരിയുന്നതും പായൽ പിടിച്ച ഏതാനും കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന സ്മരണകൾ വായിക്കുന്നതുമായ 2 അപരിചിത രൂപങ്ങളെയും ഞാൻ മറന്നിട്ടില്ല. ഞാൻ അവരെ ശ്രദ്ധിച്ചു. കാരണം അവർ ഞങ്ങളെ കണ്ടപ്പോൾ പള്ളിയുടെ പിൻഭാഗത്തേക്ക് പോയി. അവർ വശത്തെ വാതിലിലൂടെ അകത്തു കടന്ന് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണെന്ന് ഞാൻ സംശയിച്ചു. മിസ്റ്റർ റോച്ചസ്റ്റർ അവരെ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം എന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയായിരുന്നു. എന്റെ മുഖത്തെ രക്തം ആ നിമിഷം അപ്രത്യക്ഷമായിരുന്നു. കാരണം എന്റെ നെറ്റിയിൽ വിയർപ്പും കവിളുകളിലും ചുണ്ടുകളിലും തണുപ്പും എനിക്ക് അനുഭവപ്പെട്ടു. ഞങ്ങൾ ശാന്തവും വിനീതവുമായ ആ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. പുരോഹിതൻ തന്റെ വെളുത്ത വസ്ത്രം ധരിച്ച് താഴ്ന്ന ബലിപീഠത്തിനരികിൽ കാത്തുനിന്നു. ക്ലർക്ക് അദ്ദേഹത്തിന് അടുത്തായി ഉണ്ടായിരുന്നു. എല്ലാം നിശബ്ദമായിരുന്നു. ദൂരെയുള്ള ഒരു മൂലയിൽ 2 നിഴലുകൾ മാത്രം നീങ്ങുന്നുണ്ടായിരുന്നു. കുർബാന റെയിലുകൾക്കരികിൽ ഞങ്ങൾ സ്ഥാനം പിടിച്ചു. എന്റെ പിന്നിൽ ജാഗ്രതയുള്ളൊരു കാൽപ്പെരുമാറ്റം കേട്ട് ഞാൻ തോളിലൂടെ പിന്നിലേക്ക് നോക്കി. അപരിചിതരിൽ ഒരാൾ, വ്യക്തമായും ഒരു മാന്യൻ, അൾത്താരയിലേക്ക് മുന്നേറുകയായിരുന്നു. ശുശ്രൂഷ ആരംഭിച്ചു. വിവാഹത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള വിശദീകരണം കഴിഞ്ഞു. തുടർന്ന് പുരോഹിതൻ ഒരടി കൂടി മുന്നോട്ട് വന്ന് മിസ്റ്റർക്ക് നേരെ അല്പം കുനിഞ്ഞു. പതിവുപോലെ അദ്ദേഹം അല്പനേരം നിന്നു. ആ വാചകത്തിന് ശേഷമുള്ള നിശബ്ദത എപ്പോഴെങ്കിലും ഒരു മറുപടിയാൽ ഭേദിക്കപ്പെട്ടിട്ടുണ്ടോ? പക്ഷേ 100 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഇല്ലായിരിക്കാം. പുസ്തകത്തിൽ നിന്ന് കണ്ണുകൾ ഉയർത്താതിരുന്ന പുരോഹിതൻ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച ശേഷം തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ മിസ്റ്റർക്ക് നേരെ നീണ്ടുകഴിഞ്ഞിരുന്നു. പുരോഹിതൻ സംസാരിച്ചയാളെ നോക്കി നിശബ്ദനായി നിന്നു. ക്ലർക്കും അതുതന്നെ ചെയ്തു. മിസ്റ്റർ. ആഴത്തിലുള്ളതും എന്നാൽ താഴ്ന്നതുമായ സ്വരത്തിൽ അദ്ദേഹം ആ വാക്കുച്ചരിച്ചപ്പോൾ അഗാധമായ നിശബ്ദത പടർന്നു. ഉടനെ മിസ്റ്റർ. ചടങ്ങ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ പിന്നിലെ ശബ്ദം കൂട്ടിച്ചേർത്തു. മിസ്റ്റർ റോച്ചസ്റ്റർ അത് കേട്ടു, പക്ഷേ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ശാഠ്യത്തോടെയും കടുപ്പത്തോടെയും നിന്നു. എന്റെ കൈ കൈക്കലാക്കാനല്ലാതെ മറ്റൊരു ചലനവും അദ്ദേഹം നടത്തിയില്ല. അദ്ദേഹത്തിന് എത്ര ചൂടുള്ളതും ശക്തവുമായ പിടുത്തമായിരുന്നു. ഈ നിമിഷം അദ്ദേഹത്തിന്റെ വിളറിയതും ഉറച്ചതും ഗാംഭീര്യമുള്ളതുമായ നെറ്റിത്തടം വെട്ടിയെടുത്ത മാർബിൾ പോലെയായിരുന്നു. മിസ്റ്റർ വുഡ് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. അദ്ദേഹം ചോദിച്ചു. അല്ല എന്നായിരുന്നു മറുപടി. സംസാരിച്ചയാൾ മുന്നോട്ടുവന്ന് റെയിലുകളിൽ ചാരി നിന്നു. അദ്ദേഹം ഓരോ വാക്കും വ്യക്തമായും ശാന്തമായും സ്ഥിരതയോടെയും എന്നാൽ ഉച്ചത്തിലല്ലാതെയും തുടർന്നു. അത് കേവലം ഒരു മുൻവിവാഹത്തിന്റെ നിലനിൽപ്പാണ്. മിസ്റ്റർ. ആ താഴ്ന്ന സ്വരത്തിലുള്ള വാക്കുകൾ കേട്ട് എന്റെ ഞരമ്പുകൾ ഇടിമിന്നലേറ്റതുപോലെ വിറച്ചു. മഞ്ഞോ തീയോ അനുഭവപ്പെടാത്ത വിധം എന്റെ രക്തം അവയുടെ സൂക്ഷ്മമായ തീവ്രത അനുഭവിച്ചു. പക്ഷെ ഞാൻ സമചിത്തത പാലിച്ചു. ബോധം കെട്ടുപോകാനുള്ള അപകടത്തിലായിരുന്നില്ല. ഞാൻ മിസ്റ്റർ റോച്ചസ്റ്ററെ നോക്കി. ഞാൻ അദ്ദേഹത്തെ എന്നെ നോക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മുഖം മുഴുവൻ നിറമില്ലാത്ത പാറ പോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തീപ്പൊരിയും കന്മദവും പോലെയായിരുന്നു. അദ്ദേഹം ഒന്നും നിഷേധിച്ചില്ല. എല്ലാറ്റിനെയും വെല്ലുവിളിക്കാൻ പോകുന്നതുപോലെ അദ്ദേഹം തോന്നി. മിസ്റ്റർ ഡി. 15 വർഷം മുമ്പുള്ള ഒരു തീയതി. കൗണ്ടിയിലെ തോൺഫീൽഡ് ഹാളിലെയും ഇംഗ്ലണ്ടിലെ ഷെയറിലെ ഫേൺഡീൻ മാനറിലെയും എഡ്വേർഡ് ഫെയർഫാക്സ് റോച്ചസ്റ്റർ, ജമൈക്കയിലെ സ്പാനിഷ് ടൗണിലെ പള്ളിയിൽ വച്ച് വ്യാപാരിയായ ജോനാസ് മെയ്സന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ക്രിയോൾ വംശജയുമായ ആന്റോനെറ്റയുടെയും മകളായ എന്റെ സഹോദരി ബെർത്ത ആന്റോനെറ്റ മെയ്സനെ വിവാഹം കഴിച്ചു. വിവാഹത്തിന്റെ രേഖ ആ പള്ളിയിലെ രജിസ്റ്ററിൽ കാണാം. അതിന്റെ ഒരു പകർപ്പ് ഇപ്പോൾ എന്റെ കൈവശമുണ്ട്. ഞാൻ ആദ്യം അദ്ദേഹത്തെ ഹാജരാക്കാം. അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. മിസ്റ്റർ. പേര് കേട്ടപ്പോൾ മിസ്റ്റർ റോച്ചസ്റ്റർ പല്ലുകൾ കടിച്ചുപിടിച്ചു. അദ്ദേഹത്തിന് ശക്തമായൊരു വിറയൽ അനുഭവപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന് അത്രയടുത്തായിരുന്നതിനാൽ ക്രോധത്തിന്റെയോ നിരാശയുടെയോ ആ വിറയൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കടന്നുപോകുന്നത് എനിക്കനുഭവപ്പെട്ടു. ഇതുവരെ പശ്ചാത്തലത്തിൽ നിന്നിരുന്ന രണ്ടാമത്തെ അപരിചിതൻ ഇപ്പോൾ അടുത്തേക്ക് വന്നു. വക്കീലിന്റെ തോളിലൂടെ വിളറിയ ഒരു മുഖം നോക്കി. അതെ, അത് മെയ്സൺ തന്നെയായിരുന്നു.
മിസ്റ്റർ റോച്ചസ്റ്റർ തിരിഞ്ഞ് അയാളെ രൂക്ഷമായി നോക്കി. മിസ്റ്റർക്ക് മേൽ പുച്ഛം തണുപ്പായി പതിച്ചു. നിങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകാൻ കഴിയില്ലെങ്കിൽ അതിൽ പിശാചുണ്ട്. അവൾ ഇപ്പോൾ തോൺഫീൽഡ് ഹാളിൽ താമസിക്കുന്നു. മെയ്സൺ കൂടുതൽ വ്യക്തമായ സ്വരത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ അവളെ അവിടെ കണ്ടു. പുരോഹിതൻ ആശ്ചര്യപ്പെട്ടു. അസാധ്യം. ഞാൻ ഈ പ്രദേശത്തെ പഴയ താമസക്കാരനാണ് സർ. ഞാൻ ഒരിക്കലും ഒരു മിസ്സസ് റോച്ചസ്റ്ററെക്കുറിച്ച് കേട്ടിട്ടില്ല. മിസ്റ്റർ റോച്ചസ്റ്ററുടെ ചുണ്ടുകളിൽ ഒരു ഭയാനകമായ പുഞ്ചിരി വിരിയുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പിറുപിറുത്തു. ഇല്ല, ദൈവമാണ് സത്യം. അദ്ദേഹം ചിന്തിച്ചു. 10 മിനിറ്റോളം അദ്ദേഹം സ്വയം ആലോചിച്ചു. അദ്ദേഹം തന്റെ തീരുമാനമെടുത്തു. അത് പ്രഖ്യാപിച്ചു. മതി. തോക്കിൽ നിന്ന് ഉണ്ട പുറത്തുവരുന്നതുപോലെ എല്ലാം ഒരേ സമയം പുറത്തുവരട്ടെ. അദ്ദേഹം എന്റെ കൈ പിടിച്ചു തന്നെ പടികൾ കയറി മുന്നോട്ടു നീങ്ങി. മാന്യന്മാരോട് തന്നെ പിന്തുടരാൻ ആംഗ്യം കാണിച്ചു. അവർ അതനുസരിച്ചു. ഞങ്ങൾ ആദ്യത്തെ ഗോവണി കയറി ഗാലറിയിലൂടെ കടന്നു 3-ാം നിലയിലെത്തി. മിസ്റ്റർ. തുറന്ന താഴ്ന്ന കറുത്ത വാതിൽ. അദ്ദേഹം ചുവരിലെ തിരശീലകൾ മാറ്റി 2ാമത്തെ വാതിൽ തുറന്നു. ഇതും അദ്ദേഹം തുറന്നു. ജനലുകളില്ലാത്ത ആ മുറിയിൽ ഉയർന്നതും ശക്തവുമായ ഒരു വേലിയാൽ സംരക്ഷിക്കപ്പെട്ട തീ കത്തുന്നുണ്ടായിരുന്നു. മേൽക്കൂരയിൽ നിന്നു ഒരു ചങ്ങലയിൽ ഒരു വിളക്ക് തൂങ്ങിക്കിടന്നു. ഗ്രേസ് പൂൾ അടുപ്പിനു മുകളിൽ കുനിഞ്ഞുനിന്ന് ഒരു പാത്രത്തിൽ എന്തോ പാകം ചെയ്യുകയായിരുന്നു. മുറിയുടെ അങ്ങേയറ്റത്ത് കടുത്ത നിഴലിൽ ഒരു രൂപം അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. സുപ്രഭാതം മിസ്സസ്, മിസ്റ്റർ റോച്ചസ്റ്റർ പറഞ്ഞു. നിങ്ങൾക്കെങ്ങനെയുണ്ട്? ആ ഭ്രാന്തി അലറി. അവൾ തന്റെ മുഖത്ത് നിന്ന് ജടപിടിച്ച മുടി മാറ്റി സന്ദർശകരെ വന്യമായി നോക്കി. ആ ചുവന്ന തുടുത്ത മുഖവും വീർത്ത മുഖഭാവങ്ങളും ഞാൻ നന്നായി തിരിച്ചറിഞ്ഞു. മിസ്സസ്. വഴിയിൽ നിന്ന് മാറി നിൽക്കൂ, മിസ്റ്റർ പറഞ്ഞു. മാറി നിൽക്കൂ, ഗ്രേസ് നിലവിളിച്ചു. 3 മാന്യന്മാരും ഒരേ സമയം പിന്നോട്ടു മാറി. മിസ്റ്റർ റോച്ചസ്റ്റർ എന്നെ അദ്ദേഹത്തിന് പിന്നിലേക്ക് തള്ളി. ആ ഭ്രാന്തി ചാടി വീണ് അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ക്രൂരമായി പിടിക്കുകയും കവിളിൽ കടിക്കുകയും ചെയ്തു. അവർ മല്ലിട്ടു. അവളൊരു വലിയ സ്ത്രീയായിരുന്നു. ഉയരത്തിൽ ഏകദേശം ഭർത്താവിനൊപ്പം നിൽക്കും. കൂടാതെ തടിച്ച ശരീരപ്രകൃതിയുള്ളവളുമായിരുന്നു. ആ പോരാട്ടത്തിൽ അവൾ പുരുഷ സമാനമായ കരുത്തു പ്രകടിപ്പിച്ചു. കായികക്ഷമയുള്ളവനായിരുന്നിട്ടും ഒന്നിലധികം തവണ അവൾ അദ്ദേഹത്തിന്റെ ശ്വാസം മുട്ടിച്ചു. കൃത്യമായൊരു പ്രഹരത്തിലൂടെ അദ്ദേഹത്തിന് അവളെ ഒതുക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അടിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം മല്ലെടുക്ക മാത്രമേ ചെയ്തുള്ളൂ. ഒടുവിൽ അദ്ദേഹം അവളുടെ കൈകൾ കീഴ്പ്പെടുത്തി. ഗ്രേസ് പൂൾ അദ്ദേഹത്തിനൊരു ചരട് നൽകി. അദ്ദേഹം അവ അവളുടെ പിന്നിൽ കെട്ടിയിട്ടു. കയ്യിലുണ്ടായിരുന്ന കൂടുതൽ കയർ ഉപയോഗിച്ച് അദ്ദേഹം അവളെ ഒരു കസേരയിൽ ബന്ധിച്ചു. അതിഭയങ്കരമായ അലർച്ചകൾക്കും വെപ്രാളങ്ങൾക്കും ഇടയിലാണ് ഈ പ്രവൃത്തി നടന്നത്. മിസ്റ്റർ. അതെന്റെ ഭാര്യയാണ്, അദ്ദേഹം പറഞ്ഞു. എനിക്ക് ലഭിക്കാനിരിക്കുന്ന ഏക ദാമ്പത്യ ആലിംഗനം ഇതാണ്. എന്റെ ഒഴിവു സമയങ്ങളെ ആശ്വസിപ്പിക്കേണ്ട സ്നേഹപ്രകടനങ്ങൾ ഇവയാണ്. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ തോളിൽ കൈവച്ചുകൊണ്ട്. നരകവാതിൽക്കൽ ഇത്ര ഗൗരവത്തോടെയും ശാന്തതയോടെയും നിൽക്കുന്ന ഒരു പിശാചിന്റെ താണ്ഡവത്തെ സമചിത്തതയോടെ നോക്കിക്കാണുന്ന ഈ പെൺകുട്ടിയെ ആ ക്രൂരമായ അനുഭവത്തിനു ശേഷം ഒരു മാറ്റമായി എനിക്ക് വേണമായിരുന്നു. വുഡ്, ബ്രിക്സ് വ്യത്യാസം നോക്കൂ. ഈ തെളിഞ്ഞ കണ്ണുകളെ അങ്ങകലെ കാണുന്ന ആ ചുവന്ന കണ്ണുകളുമായി താരതമ്യം ചെയ്യൂ. ഈ മുഖത്തെ ആ മുഖമുഖവുമായും ഈ രൂപത്തെ ആ ആകാരവുമായും താരതമ്യം ചെയ്യൂ. എന്നിട്ടെന്നെ വിധിക്കൂ. സുവിശേഷത്തിന്റെ പുരോഹിതനും നിയമത്തിന്റെ മനുഷ്യനുമായവരെ, നിങ്ങൾ വിധിക്കുന്ന അതേ വിധിയിലൂടെ നിങ്ങളും വിധിക്കപ്പെടുമെന്ന് ഓർക്കുക. ഇനി നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങളെല്ലാവരും പിൻവാങ്ങി. മിസ്റ്റർ റോച്ചസ്റ്റർ ഗ്രേസ് പൂളിനെ ചില നിർദ്ദേശങ്ങൾ കൂടി നൽകാനായി അല്പനേരം അവിടെ നിന്നു. മാഡം, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാ കുറ്റങ്ങളിൽ നിന്നും മുക്തയാണ്. നിങ്ങളുടെ അമ്മാവൻ ഇത് കേൾക്കുമ്പോൾ സന്തോഷിക്കും. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മിസ്റ്റർ റോച്ചസ്റ്റർ വരുമ്പോൾ. എന്റെ അമ്മാവനോ? അദ്ദേഹത്തിന് എന്തുപറ്റി? മിസ്റ്റർ മേസൺ അറിയാം. മിസ്റ്റർ അയ്യർ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഫഞ്ചാൽ പ്രതിനിധിയാണ്. നിങ്ങളും മിസ്റ്റർ റോച്ചസ്റ്ററും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ കത്ത് അമ്മാവന് ലഭിച്ചപ്പോൾ ജമൈക്കയിലേക്കുള്ള മടക്കയാത്രയിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ മഡേറയിൽ താമസിച്ചിരുന്ന മിസ്റ്റർ മേസൺ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. മിസ്റ്റർ അയ്യർ ആ വിവരം പങ്കുവച്ചു. കാരണം ഇവിടത്തെ എന്റെ കക്ഷിക്ക് റോച്ചസ്റ്റർ എന്ന പേരുള്ള ഒരാളെ അറിയാമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നിങ്ങൾ ഊഹിക്കുന്നതുപോലെ തന്നെ അത്ഭുതപ്പെടുകയും വിഷമിക്കുകയും ചെയ്ത മിസ്റ്റർ മേസൺ കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തി. നിങ്ങളുടെ അമ്മാവൻ ഇപ്പോൾ രോഗശയ്യയിലാണെന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ സ്വഭാവവും ക്ഷയം, അതെത്തി നിൽക്കുന്ന ഘട്ടവും പരിഗണിക്കുമ്പോൾ അദ്ദേഹം ഇനി എഴുന്നേൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ അകപ്പെട്ട കെണിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് നേരിട്ട് ഇംഗ്ലണ്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ വ്യാജവിവാഹം തടയാൻ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഒട്ടും സമയം കളയരുതെന്ന് അദ്ദേഹം മിസ്റ്റർ മേസനോട് അഭ്യർത്ഥിച്ചു. സഹായത്തിനായി അദ്ദേഹം അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് അയച്ചു. ഞാൻ പരമാവധി വേഗത്തിൽ പ്രവർത്തിച്ചു. വൈകിപ്പോകാത്തതിൽ എനിക്ക് നന്ദിയുണ്ട്. തീർച്ചയായും നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ മഡേറയിൽ എത്തുന്നതിനു മുമ്പ് നിങ്ങളുടെ അമ്മാവൻ മരിക്കുമെന്ന് എനിക്കുറപ്പില്ലായിരുന്നെങ്കിൽ മിസ്റ്റർ മേസനോടൊപ്പം മടങ്ങാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുമായിരുന്നു.
എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിസ്റ്റർ അയ്യറിൽ നിന്നോ അദ്ദേഹത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുവരെ നിങ്ങൾ ഇംഗ്ലണ്ടിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം മിസ്റ്റർ യോട് ചോദിച്ചു. വേണ്ട വേണ്ട, നമുക്ക് പോകാം എന്നായിരുന്നു ഉത്കണ്ഠയോടെയുള്ള മറുപടി. മിസ്റ്റർ റോച്ചസ്റ്ററോട് യാത്ര പറയാൻ പോലും നിൽക്കാതെ അവർ ഹാളിന്റെ വാതിലിലൂടെ പുറത്തേക്ക് പോയി. ഞാൻ എന്റെ മുറിയുടെ പകുതി തുറന്ന വാതിലിനടുത്ത് നിൽക്കുമ്പോൾ അവർ പോകുന്നത് കേട്ടു. വീട് ശാന്തമായപ്പോൾ ഞാൻ അകത്ത് കയറി ആരും ശല്യപ്പെടുത്താതിരിക്കാൻ വാതിലടച്ചു കുറ്റിയിട്ടു. ഞാൻ കരയാനോ വിലപിക്കാനോ തുനിഞ്ഞില്ല. അതിനു മാത്രം ശാന്തയായിരുന്നു ഞാൻ. പകരം യന്ത്രം പോലെ വിവാഹവസ്ത്രം അഴിച്ചുമാറ്റി ഇന്നലെ അവസാനമായി ധരിച്ചതാണെന്ന് കരുതിയ പഴയ വസ്ത്രം തന്നെ വീണ്ടും ധരിച്ചു. പിന്നെ ഞാൻ ഇരുന്നു. എനിക്ക് തളർച്ചയും ക്ഷീണവും തോന്നി. ഞാൻ മേശപ്പുറത്ത് കൈകളൂന്നി തല അതിൽ ചായച്ചുവെച്ചു. ആ പ്രഭാതം തികച്ചും ശാന്തമായിരുന്നു, ആ ഭ്രാന്തിയുമായുള്ള ആ ചെറിയ രംഗമൊഴിച്ചാൽ. പള്ളിയിലെ കാര്യങ്ങൾ ബഹളമയമായിരുന്നില്ല. വികാരപ്രകടനങ്ങളോ വലിയ തർക്കങ്ങളോ വഴക്കോ വെല്ലുവിളികളോ കണ്ണീരോ തേങ്ങലോ അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചു വാക്കുകൾ സംസാരിച്ചു. വിവാഹത്തിനെതിരെ ശാന്തമായൊരു എതിർപ്പ് ഉന്നയിക്കപ്പെട്ടു. മിസ്റ്റർ യോ ഉന്നയിച്ച ചില കർക്കശമായ ഹ്രസ്വമായ ചോദ്യങ്ങൾ. ഞാൻ പതിവുപോലെ എന്റെ മുറിയിലായിരുന്നു. മാറ്റങ്ങളൊന്നുമില്ലാതെ ഞാൻ തന്നെയായി. ഒന്നും എന്നെ തകർക്കുകയോ മുറിപ്പെടുത്തുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്തിരുന്നില്ല. ആവേശഭരിതയും പ്രതീക്ഷാനിർഭരയുമായ ഒരു സ്ത്രീയായിരുന്ന, ഏകദേശം ഒരു വധുവായിരുന്ന ജെയിൻ അയ്യർ വീണ്ടും തണുത്ത ഏകാഗിയായ ഒരു പെൺകുട്ടിയായി മാറി. അവളുടെ ജീവിതം വിളറിപ്പോയി. അവളുടെ പ്രതീക്ഷകൾ ശൂന്യമായി. വേനൽക്കാലത്തിന്റെ മധ്യത്തിൽ ഒരു ക്രിസ്മസ് മഞ്ഞു വീണതുപോലെ, ജൂൺ മാസത്തിനു മുകളിൽ ഒരു വെളുത്ത ഡിസംബർ കൊടുങ്കാറ്റു വീശിയതുപോലെ. പഴുത്ത ആപ്പിളുകളിൽ മഞ്ഞുറഞ്ഞുകൂടി. വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കളെ മഞ്ഞുവീഴ്ച തകർത്തു. പുൽമേടുകളിലും ചോളപ്പാടങ്ങളിലും മഞ്ഞുപാളികൾ പുതപ്പായി കിടന്നു. ഇന്നലെ രാത്രി പൂക്കൾ കൊണ്ട് നിറഞ്ഞ വഴികൾ ഇന്ന് ആരും നടക്കാത്ത മഞ്ഞുമൂടി വഴിയില്ലാത്തതായി മാറി. 12 മണിക്കൂർ മുമ്പ് ഉഷ്ണകാലക വനങ്ങൾ പോലെ ഇലകളാൽ സമൃദ്ധവും സുഗന്ധപൂരിതവുമായിരുന്ന വനങ്ങൾ ഇപ്പോൾ ശൈത്യകാലത്തെ നോർവേയിലെ പൈൻ വനങ്ങളെപ്പോലെ ശൂന്യവും വന്യവും വെളുത്തതുമായി പരന്നുകിടക്കുന്നു. എന്റെ പ്രതീക്ഷകളെല്ലാം മരിച്ചു. ഈജിപ്തിലെ കടിഞ്ഞൂൽ പുത്രന്മാരുടെ മേൽ ഒരു രാത്രിയിൽ പതിച്ചതുപോലെയുള്ള സൂക്ഷ്മമായൊരു വിധി എന്റെ മേലും പതിച്ചു. ഇന്നലെ വരെ പൂത്തുലഞ്ഞു നിന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട ആഗ്രഹങ്ങളെ ഞാൻ നോക്കി. അവ ഒരിക്കലും ഉയിർത്തെഴുന്നേൽക്കാത്ത തണുത്ത ശവശരീരങ്ങളായി കിടന്നു. ഞാൻ എന്റെ പ്രണയത്തെ നോക്കി. എന്റെ യജമാനന്റേതായിരുന്ന അദ്ദേഹം സൃഷ്ടിച്ച ആ വികാരം. തണുത്ത തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെപ്പോലെ അതെന്റെ ഹൃദയത്തിൽ വിറച്ചു. രോഗവും വേദനയും അതിനെ പിടികൂടി. അതിന് മിസ്റ്റർ റോച്ചസ്റ്ററിന്റെ കൈകളിലേക്ക് പോകാനോ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നിന്ന് ചൂട് തേടാനോ കഴിഞ്ഞില്ല. ഓ, ഇനി ഒരിക്കലും അതിന് അദ്ദേഹത്തിലേക്ക് തിരിയാൻ കഴിയില്ല. കാരണം വിശ്വാസം തകർന്നുപോയിരിക്കുന്നു. ആത്മവിശ്വാസം നശിച്ചിരിക്കുന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ എനിക്ക് പഴയതുപോലെയല്ല. കാരണം ഞാൻ കരുതിയ ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിൽ ഞാൻ കുറ്റം ആരോപിക്കില്ല. അദ്ദേഹം എന്നെ വഞ്ചിച്ചു എന്നും ഞാൻ പറയില്ല. എന്നാൽ കളങ്കമില്ലാത്ത സത്യം എന്ന വിശേഷണം അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ പോകണം. അതെനിക്ക് നന്നായി മനസ്സിലായി. എപ്പോൾ, എങ്ങനെ, എവിടേക്കെന്ന് എനിക്കിതുവരെ അറിയില്ല. എന്നാൽ അദ്ദേഹം തന്നെ എന്നെ തോൺഫീൽഡിൽ നിന്ന് വേഗത്തിൽ ഒഴിവാക്കുമെന്ന് എനിക്ക് സംശയമില്ലായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടായിരുന്നില്ലെന്ന് തോന്നി. അത് വെറും താൽക്കാലികമായ വികാരം മാത്രമായിരുന്നു. അത് തടസ്സപ്പെട്ടു. ഇനി അദ്ദേഹത്തിന് എന്നെ ആവശ്യമില്ലായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വരാൻ പോലും ഞാൻ ഭയപ്പെടണം. എന്റെ കാഴ്ച അദ്ദേഹത്തിന് വെറുപ്പുണ്ടാക്കുന്നതായിരിക്കും. ഓ, എന്റെ കണ്ണുകൾ എത്രമാത്രം അന്ധമായിരുന്നു! എന്റെ കണ്ണുകൾ മൂടപ്പെടുകയും അടയുകയും ചെയ്തു. ചുറ്റും ഇരുട്ട് വട്ടം ചുറ്റുന്നതുപോലെ തോന്നി. ചിന്തകൾ കറുത്തതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ ഒരു ഒഴുക്കായി വന്നു. എന്നെ തന്നെ ഉപേക്ഷിച്ചും തളർന്നും ഒരു വലിയ നദിയുടെ ഉണങ്ങിയ തടത്തിൽ ഞാൻ കിടക്കുന്നതായി എനിക്ക് തോന്നി. വിദൂര പർവ്വതങ്ങളിൽ നിന്ന് ഒരു പ്രളയം പൊട്ടിപ്പുറപ്പെടുന്നത് ഞാൻ കേട്ടു. ആ കുത്തൊഴുക്ക് വരുന്നതെനിക്ക് അനുഭവപ്പെട്ടു. എഴുന്നേൽക്കാൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു. ഓടിപ്പോകാൻ എനിക്ക് ശക്തിയുമില്ലായിരുന്നു. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തളർന്നു കിടന്നു. അതടുത്തായിരുന്നു. അതൊഴിവാക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. കൈകൾ കൂപ്പുകയോ മുട്ടുകുത്തുകയോ ചുണ്ടുകൾ അനക്കുകയോ ചെയ്തില്ല. അത് വന്നു. ആ കുത്തൊഴുക്ക് പൂർണ്ണ ശക്തിയോടെ എന്റെ മേൽ പതിച്ചു.
നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിന്റെ ബോധം, നഷ്ടപ്പെട്ട പ്രണയം, അണഞ്ഞുപോയ പ്രതീക്ഷകൾ, മരണം സംഭവിച്ച വിശ്വാസം എല്ലാം ഒരു വലിയ ഭാരമായി എനിക്ക് മുകളിൽ ആഞ്ഞടിച്ചു. ആ കൈപ്പേറിയ നിമിഷത്തെ വിവരിക്കാനാവില്ല. സത്യത്തിൽ വെള്ളം എന്റെ ആത്മാവിലേക്ക് കയറി. ഞാൻ ആഴത്തിലെ ചെളിയിൽ താഴ്ന്നുപോയി. എനിക്ക് നിൽക്കാൻ ഒരിടവും തോന്നിയില്ല. ഞാൻ ആഴക്കടലിലെത്തി. പ്രളയം എന്നെ മൂടിക്കളഞ്ഞു. അടുത്ത ചാപ്റ്ററിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.